ഇഞ്ചോടിഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എപ്പിസോഡ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സെപ്റ്റംബർ 1 ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ദിവസമാണ് സെപ്റ്റംബർ 1. അതായത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വർഷക്കാലമായിട്ട് ആതുര സേവന മേഖലകളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഒരുപാട് അനാഥാലയവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളെ ഒരുപാട് പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഈ അസുഖം കൊണ്ട് ജീവിതം വഴിമുട്ടിയിരിക്കുന്നവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ സെപ്റ്റംബർ 1 അതിൻ്റെ ഒരു ആഘോഷം, ഒരു സ്നേഹ ആഘോഷം നടക്കാൻ പോവുകയാണ്, സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതായത് വീടില്ലാത്ത 100 പേർക്ക് 100 വീടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി, ആശ്രയ സമ്മാന പെരുമഴ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പദ്ധതിക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ നിങ്ങൾക്കും ഒരു ഭാഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളിലൂടെ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിലൂടെ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹകർമ്മത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് പങ്കാളികളാകണം എന്നുള്ളത് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആശ്രയ സമ്മാന പെരുമഴ സെപ്റ്റംബർ 1 തീയതിയാണ് ഇതിൻ്റെ ആഘോഷം. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. രാഷ്ട്രീയ കലാമേഖലകളിലുള്ള ഒരു നിരവധി ആൾക്കാർ, സമൂഹത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു വലിയൊരു വൻ പദ്ധതിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഭാഗമാവുക എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശരി, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇഞ്ചോടിഞ്ചിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് ഏതാണ്ട് 560 കിലോമീറ്റർ ഇപ്പം വന്നിട്ട് സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു ടീമാണ്, പ്രത്യേകിച്ചും ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ടീമാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നൊരു ക്ഷേത്രം പറശ്ശിനിക്കടവാണ്. അതുപോലെ ചെറുകുന്ന് ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, ഇതൊക്കെയാണ് കണ്ണൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ചെറുകുന്ന് ടീമാണ്. സുഖമായിരിക്കുന്നോ? അമ്പലത്തിന്റെ അടുത്താണോ? ചെറുകുന്ന് അമ്പലത്തിന്റെ കുറച്ച് ബാക്ക് സൈഡിലായിട്ട് വരും. ആയിരം തെങ്ങ്. അയ്യോ, അറിയാം. ശരി ശരി. അമ്മയുടെ പേരെന്താണ്? പുഷ്പവല്ലി. ഓക്കെ, സുഖമായിരിക്കും. ഭയങ്കര മഴയാന്ന് പറയുന്നത് കണ്ണൂരൊക്കെ. നല്ല മഴയായിരുന്നു അല്ലേ? ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റൊക്കെ അടിച്ചു എന്ന് പറയുന്നത് അവിടെയൊക്കെ. എപ്പോൾ എത്തി തിരുവനന്തപുരം? 2 ദിവസമായി. ശരി. പേരെന്താണ്? ആരാധ്യ. എവിടെ പഠിക്കുന്നത് നമ്മള്? എടക്കേപ്പുറ പഠിക്കുന്നത് അല്ലേ? ശരി. എത്രയില് പഠിക്കുന്നു? 6ാം ക്ലാസ്സിൽ. അപ്പോൾ ലീവ് എടുത്തു? തിരുവനന്തപുരം വരുന്നത് കൊണ്ട് ലീവ് എടുത്തു അല്ലേ? കണ്ടോ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി തിരുവനന്തപുരത്ത് വന്നിട്ട്? ബീച്ചിലൊക്കെ പോയോ? ബീച്ചിന്റെ നാട്ടിൽ നിന്നാണല്ലോ വരുന്നല്ലേ? പോയല്ലേ? ശരി ശരി. പഠിക്കാനൊക്കെ പിടിക്കുകയാണോ? വലിയ കുഴപ്പമില്ല. ശരി. ചേച്ചിയുടെ പേരെന്താണ്? ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ശരി ശരി. അപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അല്ല, മുന്നേ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും 2 ദിവസമൊക്കെ നിൽക്കുന്നത് ഫസ്റ്റ് ടൈം ആണല്ലേ? ശരി ശരി. ആയിക്കോട്ടെ. എന്താണ് പേര്? അത് വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും? വീട്ടിൽ നിന്ന് എന്ത് പേര് വിളിക്കും? കുഞ്ഞൂട്ടൻ. എത്ര എത്തി ഇപ്പം പഠനം? UKG. ഏത് സ്കൂളിലാണ് പഠിക്കണേ? പഠിക്കാനൊക്കെ മിടുക്കനാണോ? പാട്ട് പാടുവോ? പാട്ട് പാടാറുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ശരി, നമസ്കാരം. പേര്? ജോലി എന്താണ്? ഞാൻ ഷാർജയിലാണ്. ഷാർജ എവിടെ? റോളയാണോ? ഷാർജ എയർമോക്കിലാണ്. ശരി ശരി. റോളയാണല്ലോ ശരിക്കും മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞത് അല്ലേ? ശരി. എവിടെ എന്താണ് ജോലി? എന്താണ്? ഞാൻ ഡ്രൈവറാണ്. ശരി. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പം ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവരും പതിപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, കുറേ ലീവ് ഉണ്ടോ? ഒരു മാസം ലീവ് ഉണ്ട്. എങ്ങനെ വർഷത്തിലാണോ വരിക? വർഷത്തിൽ 2 ടൈംസ്. കമ്പനി ഡ്രൈവർ? സ്കൂൾ ഡ്രൈവർ. ശരി ശരി. ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ അല്ലേ? ശരി ശരി. അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട്. എത്ര വർഷമായി ഷാർജയിൽ? ഞാനൊരു 18 വർഷത്തോളം. ഇനി എപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക്? കണ്ണൂരേക്ക് ഇന്ന് ഉച്ചക്ക് പോകും. നേരെ വന്നത് കന്യാകുമാരി കണ്ടു ഒരു ദിവസം, അതിനുശേഷം ട്രിവാൻഡ്രത്തേക്ക് പോകും. ശരി ശരി ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്, നമ്മുടെ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം കേട്ടോ. കാരണം ദൂരത്തുള്ള ആൾക്കാർ നമ്മുടെ, അതുമാത്രമല്ല ഇവിടുന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ KL13 കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇഞ്ചോടിഞ്ച് എന്നാണ്. VM TV ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാം. ഇതിൽ 10 ഫണ്ണി ചോദ്യങ്ങളാണ്. ഫണ്ണിയാണ് കേട്ടോ, GK ഒന്നുമല്ല, ഫണ്ണി. ഈ 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് ആരാണോ ഈ 10 ചോദ്യത്തിൽ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാനൊരു സമ്മാനം തരാം. ഓക്കെ, ശരി. ആർക്കും മത്സരിക്കാം. ഇവിടെ വലിപ്പിച്ചെറുപ്പമൊന്നുമില്ല, മത്സരിക്കണം കേട്ടോ. അങ്കിൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. റെഡി? ശരി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഫസ്റ്റ് ചോദ്യം. ഇപ്പോൾ നമ്മുടെ കണ്ണൂരും ഈ വൈറൽ ഫീവർ ഭയങ്കരമായിട്ടുണ്ട്. കണ്ണൂർ മാത്രമല്ല, തിരുവനന്തപുരത്ത് ഇപ്പോൾ കോളറയുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിറമുള്ള അസുഖം ഏതാണോ? മഞ്ഞപ്പിത്തം. വേറെ അസുഖമൊന്നുമില്ലേ? ആലോചിച്ച് നോക്കിയേ. നിറമുള്ള അസുഖം അമ്മ പറഞ്ഞിരിക്കുന്നത് മഞ്ഞപ്പിത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിറമുള്ള അസുഖം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം എന്നുള്ളത് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ചോദ്യം: വരണം എന്ന് ആഗ്രഹിച്ചാൽ വരില്ല, പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ വരുന്നത് എന്താണ്?
പനി ജലദോഷം. ഇതൊക്കെ വരണമെന്നേ ആഗ്രഹിക്കരുത് കേട്ടോ. വരണം എന്ന് ആഗ്രഹിച്ചാൽ വരില്ല, പക്ഷെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങ് വരും. സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഇതൊന്ന് കുസൃതിയാണോ എന്ന് ചോദിച്ചാൽ കുസൃതിയാണ്, എന്നാൽ ഇത് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. വരണം എന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും നമ്മൾ ഇത് വരുന്നില്ല, പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ വരും. ഏമ്പൊക്കമല്ല. എനിക്ക് ഇതിൽ തന്നെ ഉത്തരം തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതാണ്ട് ഒരു കണക്റ്റഡ് ആവുന്ന ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ചില ആൾക്കാർ പറയാറുണ്ട് ഈ ചില സമയത്ത് ഇത് എങ്ങനെയാണെങ്കിൽ നമുക്കിത് വരുന്നില്ല, പക്ഷെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരും. ഉറക്കം. റൈറ്റ് ആൻസർ. അമ്മ അടിപൊളിയാണ്. ഓക്കെ ഓക്കെ, ഉറക്കം. ശരി. മൂന്നാമത്തെ ചോദ്യം. പ്രണയിക്കുന്നവർ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കല്യാണം. ഒരു രക്ഷയില്ല. കണ്ണൂരിന്റെ പവർ മനസ്സിലാക്കണം അല്ലേ? ശരി. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം. അകലും തോറും വലുതാകുന്നത് എന്താണ്? വലുതാവുന്നത് എന്താണ്? അകലും തോറും വലുതാവുന്നത് നമ്മളിലുള്ളത് തന്നെയാ. നിഴൽ. റൈറ്റ് ആൻസർ. നിഴൽ നിഴൽ നിഴൽ. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം. എല്ലാവരും വീട്ടിലേക്കാണല്ലോ. ഓ, ഞാൻ ചാൻസ് കൊടുക്കട്ടെ. അടുത്ത ചോദ്യം കുസൃതിയാണ്. നിങ്ങളൊരു മൃഗമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തല്ലും, പക്ഷേ ഈ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും. പുലി. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. പുലി. ഓക്കെ. ആറാമത്തെ ചോദ്യം. ടൈഗർ. ഓക്കെ. പേര് കേട്ടാൽ ഉപദ്രവകാരിയാണെന്ന് തോന്നുന്ന പലഹാരം ഏതാണ്? കഴിക്കുന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അത് നമ്മുടെ നാട്ടിൽ വേറൊരു പേര് പറയും. അല്ലല്ല, പേര് കേട്ടാൽ ഉപദ്രവകാരിയാണെന്ന് തോന്നുന്ന ഒരു പലഹാരം. പലഹാരം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. പലഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്കറി കിട്ടുന്ന പലഹാരമല്ല, അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ചിലപ്പോൾ അത് ഫേവറേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ പലഹാരത്തിൻ്റെ ഒക്കെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ സ്വാദ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കും ഇദ്ദേഹം, അല്ലേ? ഗൾഫിൽ ഇങ്ങനെയൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ആ പേരിൽ ഒരു ഉപദ്രവകാരിയാണെന്ന് തോന്നി. ഇടിയപ്പം. റൈറ്റ് ആൻസർ. ഇടിയപ്പം. ഓക്കെ. ഏഴാമത്തെ ചോദ്യം. ആനയുടെ പേരിൽ അറിയപ്പെടുന്ന 2 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹരിയാന ആൻഡ് തെലങ്കാന. റൈറ്റ് ആൻസർ. ഇനി നിങ്ങൾ മാത്രം ഉത്തരം പറയാനുള്ളൂ. ഓക്കെ. എട്ടാമത്തെ ചോദ്യം. സാറ്റർഡേയിലും സൺഡേയിലും ഇത് വലുതായിരിക്കും. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഇത് ചെറുതായിരിക്കും. മൺഡേ, ഫ്രൈഡേ ഇത് കാണുകയുമില്ല. എന്താണ്? ഒന്നുകൂടി ഞാൻ പറയാം. സാറ്റർഡേ, സൺഡേയിൽ ഇത് വലുതായിരിക്കും. ഓക്കെ. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഇത് ചെറുതായിരിക്കും. ദെൻ മൺഡേ, ഫ്രൈഡേ ഇത് കാണുകയുമില്ല. എന്താണ്? കുസൃതിയാണ്. സാറ്റർഡേ, സൺഡേ. ഓക്കെ. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഇത് ചെറുതായിരിക്കും. യെസ്. റൈറ്റ് ആൻസർ. സമാധാനമായല്ലേ? അതായത് സാറ്റർഡേ, സൺഡേ എന്ന് എഴുതുമ്പോൾ നമ്മൾ പൊതുവെ എഴുതുന്ന ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്നുള്ളത് അല്ലേ. പിന്നെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ എസ് എന്നൊരു ചെറുതായിരിക്കും. ദെൻ ഫ്രൈഡേ, മൺഡേ ഇതിൽ കാണത്തില്ല. ഓക്കെ. 9ാമത്തെ ചോദ്യം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ട്, പക്ഷെ എൻ്റെ സ്ഥാനത്തിന് മാറ്റമില്ല. പറക്കാറുണ്ട്. നോ, ദിസ് ഇസ് നോട്ട് ബേർഡ്. ഇത് അങ്ങനെ ബേർഡ് അല്ല, അതിന്റെ സ്ഥാനം മാറില്ലേ? അതായത് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഇത് പറക്കും, പക്ഷെ അതിന്റെ സ്ഥാനത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവാറില്ല. പറക്കാറുണ്ട്. ഫ്ലൈറ്റ് സ്ഥാനം മാറില്ലേ? ഇപ്പൊ സ്ഥാനം മാറിക്കൊണ്ട് ഓടിയിരിക്കുന്നതാണ് ഫ്ലൈറ്റ്. ഹെലികോപ്റ്റർ അല്ല. സ്ഥാനം മാറില്ല എന്ന് വെച്ചാൽ അതൊരു, അതായത് മീൻസ് ഇതിന് സ്ഥലം മാറില്ല, പക്ഷെ ഇതിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കും. അല്ല. പറക്കുക. ഈ ഫാൻ എന്നൊക്കെ പറഞ്ഞ കറങ്ങല്ലേ? ഇത് പറക്കുക. സിമ്പിൾ ആണ്. ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എല്ലാ രാജ്യത്തിലും കൊടി. റൈറ്റ് ആൻസർ. ഓക്കെ. കൊടിയാണ്. 10ാമത്തെ ചോദ്യം. ഓക്കെ. നമ്മൾ കൈകൊണ്ടും എതിരാളികൾ മൂക്കുകൊണ്ടും മത്സരിക്കുന്ന മത്സര ഇനം. അതായത് നമ്മൾ കൈകൊണ്ടും എതിരാളി മൂക്കുകൊണ്ടും മത്സരിക്കുന്ന മത്സര ഇനം ഏതാണ്? നമ്മൾ കൈകൊണ്ട് മത്സരിക്കും, എതിരാളി മൂക്കുകൊണ്ട് മത്സരിക്കും. കുസൃതിയാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ആഘോഷമാണ്, ഒരു മത്സരം. നമ്മൾ ഒരു ഭാഗം കൈകൊണ്ട് മറ്റേ ഭാഗം മൂക്കുകൊണ്ട് മത്സരിക്കും. നമ്മളെ ചെറുന്നൊക്കെ അയ്യോ കണ്ണൂരൊക്കെ അതിനുള്ള വലിയ ആൾക്കാർ തന്നെയുണ്ട്. കമ്പവലി. റൈറ്റ് ആൻസർ. കറക്റ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആന വടം വലിക്കുന്നുണ്ടോ? ഓക്കെ.
അപ്പോൾ നമ്മുടെ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ പേരൊന്നും കൂടി പറ. പുഷ്പവല്ലി. പുഷ്പവല്ലി. ഓക്കെ, പുഷ്പവല്ലി എൻ്റെ അമ്മയുടെ പേര് കേട്ടോ. അപ്പോൾ പുഷ്പ ചേച്ചിയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഷ്പ ചേച്ചിക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ടീം 4 സ്റ്റാർ ചിരിക്കൊടുക്കുക എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മൾ കുടുകൂടായി ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെയാണ് കട്ടപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത ഒരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം മങ്ങാട്. ആൾക്ക് അമ്മയ്ക്ക് ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനം. വാങ്ങിച്ചോ. BMTV ചാനൽ നൽകുന്ന, വിഘ്നേശ്വര ചാനൽ നൽകുന്ന, ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സമ്മാനം. രണ്ടൊരു പാട്ട് പാടാവോ? ഇഷ്ടമുള്ളൊരു പാട്ട്. കാട്ടിൽ അനക്ക് മാത്രം ഇഷ്ടല്ല, അനക്ക് മാത്രം ഇഷ്ടല്ല. കഴിഞ്ഞ സൂപ്പർ. അപ്പോൾ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. മോട്ടി നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, കാണാമോ കേട്ടോ? കണ്ടതല്ലേ? അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുകയാണ്. അത് അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർധരരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 1 ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും.